ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം എനിക്ക് വീഡിയോ ഇടാനായിട്ട് സമയം കിട്ടിയില്ല. ഇന്നലെ മുഴുവൻ ഞാൻ തിരക്കായിരുന്നു. രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ പോയതാണ്. പിന്നെ ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇടാൻ പോണത് കണ്ടില്ലേ നിങ്ങൾ? നമ്മുടെ അനിമോള് ആരെയാണ് കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇത് ആരെയുമല്ല, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ പ്രിയപ്പെട്ട അനീഷേട്ടനെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. ക്രഷ് തോന്നിയെന്ന് അനീഷിടം പറഞ്ഞപ്പോൾ അനിമോൾക്കും തിരിച്ചുണ്ടാകണേ എന്നുള്ളത് എനിക്ക് തോന്നി. പക്ഷെ നമ്മൾ പലതവണയും കണ്ടിട്ടുണ്ട്. എന്നാലും നമുക്കൊരു അങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർക്കെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം പാറ പോലെ ഒരു മനുഷ്യനെ, അനീഷേട്ടൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ ആദ്യം തൊട്ടേ കാണുന്നതാണ്. പാറ പോലെ ഈ നടത്തയാണ്. പാറ പോലെയുള്ളൊരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഒരു സ്നേഹത്തിൻ്റെ കുളിർമയൊക്കെ വീശാനായിട്ട് ഒരു പെങ്കൊച്ചിന് കഴിഞ്ഞെങ്കിൽ അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. അവളും അനീഷേട്ടനും വളരെ സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. അവർ തിരിച്ച് വന്നതിന് ശേഷം അവരുടെ ഭാവിയൊക്കെ അവർ തന്നെ നിശ്ചയിക്കട്ടെ. പക്ഷേ എന്നാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്, കാണുന്നവർക്ക്, നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. രണ്ടുപേരല്ല, ഒരു 3 പേരെയും, ഷാനുക്കായി. അപ്പോൾ 3 പേരെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നതിൽ ഒരിത്തിരി കൂടുതൽ അനീഷേട്ടനോട് ഇഷ്ടമുണ്ട്. അത് പറയാതെ വയ്യ. എനിക്ക് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ പേഴ്സണലി എനിക്ക് കുറച്ച് കൂടുതൽ അനീഷേട്ടൻ, അവളെ ഇഷ്ടമില്ലെന്നല്ല, അവളെ നല്ല ഇഷ്ടമാണ്. പക്ഷേ അനീഷേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പുതിയതായിട്ട് നമ്മളൊക്കെ ആർക്കും അറിയാത്ത ഒരാൾ. അനിമോളെ തീർച്ചയായിട്ടും നമുക്ക് കുറേ വർഷമായിട്ട് നമുക്ക് അറിയാം ഇവിടെ. പക്ഷേ അനീഷേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി കോമണറായിട്ട് വന്ന് ആർക്കും അറിയാത്ത ഒരു നാട്ടിൻപുറത്തുനിന്ന് വന്ന ഒരു മനുഷ്യൻ. പുള്ളി എഞ്ചിനീയർ ആണല്ലോ, നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, ഗവൺമെൻറ് എംപ്ലോയി ആണ്, അതുപോലെ എഴുത്തുകാരനാണ്, കർഷകനാണ്, അതുപോലെ കർഷകനാണ്. അപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ ഒരു സത്യസന്ധതയും നിഷ്കളങ്കതയും ആ ഒരു ഇതൊക്കെ ആയിട്ട് എന്താ പറയുക, മിതഭാവുകത്വം എന്ന് പറയട്ടെ മലയാളം. അപ്പോൾ അതിൻ്റെ ഓരോ മിതത്വത്തോടു കൂടി വന്ന ഒരു മനുഷ്യൻ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് കയറിയെങ്കിൽ അത് അയാളുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. അയാളുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറാൻ പാകത്തിൽ, സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ലുക്കുണ്ടോ, അത്രയ്ക്കും ആൾക്കാർക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു ലുക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ അയാളുടെ ആ ഒരു വ്യക്തിത്വ സ്വഭാവം, അയാളുടെ പേഴ്സണാലിറ്റി, അയാളുടെ സത്യസന്ധത, അതുപോലെ തന്നെ പരദൂഷണം പറയാത്ത ഒരു സ്വഭാവം, പിന്നെ പറയാനുള്ള കാര്യങ്ങൾ അത് ആരായാലും പറയുക, ഗെയിം കളിക്കേണ്ടടുത്ത് ഗെയിം കളിക്കുക, അല്ലാത്തപ്പോഴും കറക്റ്റ് ഹ്യൂമാനിറ്റി, ഒരു മനുഷ്യൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെ ആയിരിക്കണം എന്ന് കാണിച്ചു തരുന്നു. എല്ലാവരോടും, സഹജീവികളോട്, എല്ലാ മനുഷ്യരോടും ഒരുപോലെയുള്ള ഒരു കരുണ, ഏതെങ്കിലും ഒരു ആപത്ത് വന്ന് എല്ലാവരോടും ഓടിയെത്തുക, പിന്നെ എന്ത് ജോലി ചെയ്യാനുമുള്ള ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. ഇപ്പം തറ തുടയ്ക്കാനാണ് ജോലിയെങ്കിൽ അത് പുള്ളിയുടെ ആ ഒരു ഇഷ്ടത്തോട് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതും, പിന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ, ഇപ്പോൾ കിച്ചണിൽ വിളിച്ചാലും എന്തിനു വിളിച്ചാലും ഓടിപ്പോയി അവരെ ഹെൽപ്പ് ചെയ്യുക, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റികളാണ്. അപ്പോൾ അതെല്ലാം ഒത്തിണങ്ങിയ ഒരാളായിട്ടാണ് എനിക്ക് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളത്. നെഗറ്റീവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അദ്ദേഹം റെപ്പിറ്റേഷൻ, അത് അയാളുടെ ഗെയിമാണ്, ഒരു വാക്ക് പറയുമ്പോൾ. കാരണം അതുകൊണ്ടാണ് അയാൾ അട്രാക്റ്റ് ചെയ്യാൻ കാരണം. നമ്മുടെ ജനങ്ങളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്തത് തന്നെ അയാളുടെ റെപ്പിറ്റേഷനാണ്. ഒരു സെൻറ്റൻസ് പറയുമ്പോൾ അതൊരു 5 പ്രാവശ്യം പറയുന്നത് കൊണ്ടാണ് നമ്മൾ അയാളെ ശ്രദ്ധിച്ചത്. അല്ലാണ്ട് സാധാരണക്കാരനായ ഒരാൾ ഇവിടെ വന്ന് ഗെയിം കളിച്ച സാധാരണ രീതിയിൽ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിൽ ഔട്ടായി പോകേണ്ട ആളാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഗെയിമായിരുന്നു. ഇങ്ങനെ പറഞ്ഞു വേണം ജനശ്രദ്ധ കിട്ടാൻ. അതുകൊണ്ടാണ് നമ്മൾ അയാളെ ശ്രദ്ധിച്ചത്. അല്ലാണ്ട് അയാളെ പോലുള്ളൊരു വ്യക്തി ഈ ഹൗസിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ് കേട്ടോ. ബിഗ് ബോസ് ഹൗസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഒരു കോൺഫിഡൻസോട് കൂടി എനിക്ക് പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. പിന്നെ നമ്മുടെ ഡോക്ടറിൻ്റെ വേറൊരു ഗെയിമായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കണ്ടില്ലേ, നല്ല രസമുണ്ട്, എന്ത് ക്യൂട്ടാണ്. അപ്പോൾ എന്തായാലും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലവരും കണ്ടിട്ടുണ്ടാവും. ഇവർ 3 പേരും ഇങ്ങനെ സോഫയിൽ, മഞ്ഞ സോഫയിൽ ഇരിക്കുകയാണ്. ഇന്നലത്തെ ഡ്രസ്സാണ്. അപ്പോൾ ഇന്നലെ നടന്ന സംഭവമാണ്, രാത്രി നടന്ന സംഭവമാണ്. അപ്പോൾ ചോദിക്കുന്നതായിട്ട് ഷാനുക്ക ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷാനുക്ക പറയുന്നു, ഇവൻ എന്നോടൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ പറയാൻ പോവുകയാണെന്ന്. അപ്പോൾ എന്താണ്, അപ്പോൾ നിനക്ക് അവന് നിന്നോടൊരു ഇഷ്ടമുണ്ട് എന്ന്. അപ്പം ഉടനെ പിന്നെ അനിമോൾ പറയണം, അതൊക്കെ എന്നോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എപ്പോൾ എന്നുള്ള കാര്യത്തിനാണ് ഈ ചിരിയൊക്കെ ഭയങ്കര ചിരിക്കുന്നത്. അത് പിന്നെ ഇങ്ങനെ ബ്ലാങ്കറ്റ് പൊക്കിയിട്ട് ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ ആശുപത്രിയിൽ പോയ സമയത്ത് ബ്ലാങ്കറ്റ് പൊക്കിയിട്ട് ഇങ്ങനെ നോക്കുന്നു. അപ്പം ഞാനിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ കിടന്നു. അത് കഴിഞ്ഞപ്പം അങ്ങനെ പിന്നെ ചോദിക്കുകയാണ്. കുറച്ച് നേരം ഞാനിങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കി, എന്താ ഇങ്ങനെ നോക്കുന്നതെന്ന്. അപ്പോൾ നോക്കിയപ്പം പറയുകയാണ്, പിന്നെ എന്നെ ഇഷ്ടമാണോന്ന്. അപ്പോൾ എന്ത് ഇഷ്ടമാണോ എന്നിങ്ങനെ എന്താ സൗണ്ട് ഇല്ലാണ്ട് ചോദിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇഷ്ടമാണെന്ന്. അപ്പോഴൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനീഷനും പറയാം, എന്നെ അങ്ങ് കൊല്ല്, നീ ഓടി നടന്ന് പറയാൻ, എല്ലാവരുടെ അടുത്ത് ഓടി നടന്ന് പറയാം. ഇങ്ങനെ ബ്ലാങ്കറ്റ് പൊക്കി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നതെന്നാണ് പറയുന്നത്. ബ്ലാങ്കറ്റ് ഇങ്ങനെ പൊക്കിയിട്ട്
എന്നോട് ചോദിക്കുകയാണ് ഇഷ്ടമാണോ കണ്ടോ ഇങ്ങനെ കണ്ണ് വെച്ചിട്ട്. അപ്പോൾ ഷാനൂഖയ്ക്ക് മനസ്സിലാവുന്നു, ഷാനൂഖ് എന്തുവാ ഇഷ്ടമാണോന്ന്. അപ്പം നിന്നെ ഇഷ്ടമാണോന്ന് ചോദിക്കുന്നതാണെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ബ്ലാങ്കറ്റ് പൊക്കുന്ന വിധമാണ് അനുമോള് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അനീഷ് നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. അനീഷോട് ചോദിക്കുന്നത് ഇവളെന്ത് കാണിക്കുന്നത്, ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം ഇവളത് എല്ലാവരുടെ അടുത്തും പറഞ്ഞ് അറിയിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ക്യൂട്ട്. നമുക്ക് ഇതുവരെ ബിഗ് ബോസ് സീസൺ 7 ചരിത്രത്തിൽ അതായിട്ട് ഇത്രയും ഒരു ക്യൂട്ട് മൊമെൻ്റ് അനീഷേട്ടൻ്റെ മുഖം ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്ന് നാണം കേട്ട. എന്നിട്ട് പറയാം, നീ അനുമോളെ എല്ലാവരോടും നീ അങ്ങ് പാടി നടക്കാൻ. അപ്പോൾ ഷാനൂഖ് പറയണ് ഇത് എന്നോടവൻ പറഞ്ഞേൽപ്പിച്ച് എന്നിട്ട് ഞാൻ അറിയാതെ ഇതൊക്കെ നടന്നു എന്നൊക്കെ ചോദിച്ചിട്ട് പറയണം. അപ്പോൾ പറയും എന്നെ ഒരു കത്തി എടുത്ത് കുത്തി കൊല്ലാൻ. അപ്പോൾ പറയും എന്തിനാ എന്നൊക്കെ ചോദിക്കുന്നതാണ് ഇത്. ചിരിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ട് മൊമെൻറ്റ് ഡിയേഴ്സ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടുന്ന അറിയാം. പക്ഷേ എന്നെ കാണുന്ന അനീഷേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ കാണുന്ന എൻ്റെ കൂടെയുള്ളവരെല്ലാം ഇത് ഇഷ്ടപ്പെട്ട് കാണും ഗൈസ്. നെക്സ്റ്റ്